പുറത്തിറങ്ങിയാൽ അക്ഷരാർത്ഥത്തിൽ വെന്തുരുകുന്ന അവസ്ഥയാണല്ലേ ഇപ്പോൾ. ഈ കടുത്ത വേനൽ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള തികച്ചും സ്വാഭാവികമായ ഒരു ബയോളജിക്കൽ ഷോർട്ട്കട്ട് എന്താണെന്ന് നമുക്കിന്ന് നോക്കാം. ശരിക്കും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു കാര്യമാണത്. നമ്മളെല്ലാവരും നിരന്തരം അനുഭവിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ വിയർപ്പും ചൂടും എങ്ങനെ പെട്ടെന്ന് കുറയ്ക്കാം എന്നതിലേക്ക് പോകുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം. ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവായ വിവരണങ്ങൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ നമ്മുടെ ഈ എക്സ്പ്ലെയിനറിൽ നമ്മൾ പ്രധാനമായും നോക്കുന്നത് ഇതൊക്കെയാണ്: കേരളത്തിലെ ചൂടിന്റെ രഹസ്യം, എന്താണ് പൾസ് പോയിന്റ് കൂളിംഗ്, ഇതിന് പിന്നിലെ സയൻസ്, ഈ വിദ്യ എങ്ങനെ ഉപയോഗിക്കാം, പിന്നെ വളരെ പ്രധാനപ്പെട്ട ചില മുന്നറിയിപ്പുകൾ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എന്താണ് കേരളത്തിലെ ചൂടിനു പിന്നിലെ രഹസ്യം? മരുഭൂമിയിലെ ചൂടിനേക്കാൾ എന്തുകൊണ്ടാണ് കേരളം പോലെയുള്ള തീരദേശങ്ങളിലെ ചൂട് നമ്മളെ ഇത്രയധികം തളർത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. മരുഭൂമിയിൽ പകൽ സമയത്ത് 45 ഡിഗ്രിക്ക് മുകളിൽ ചൂടുണ്ടെങ്കിലും അവിടെ വായുവിൽ ഈർപ്പം ഒട്ടുമില്ലാത്തതുകൊണ്ട് രാത്രിയാവുമ്പോൾ ചൂട് പെട്ടെന്ന് കുറയും, വളരെ വേഗം തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യും. പക്ഷെ നമ്മുടെ കേരളത്തിലെ കാര്യം അങ്ങനെയല്ല. ഇവിടെ താപനില 35 ഡിഗ്രി ആണെങ്കിൽ പോലും കാറ്റിലെപ്പോഴും ഉയർന്ന ഹ്യൂമിഡിറ്റി, അതായത് ഈർപ്പം ഉള്ളതുകൊണ്ട് രാത്രിയായാലും ആ വീർപ്പും ചൂടും നമ്മളെ വിട്ടുപോകുന്നില്ല. ഇതൊരു കിടിലൻ ഉദാഹരണമാണ്. ശരിക്കും പറഞ്ഞാൽ മരുഭൂമി എന്ന് പറയുന്നത് രാത്രിയിൽ ഓഫ് ചെയ്തു വെക്കുന്ന ഒരു ഡ്രൈ ഓവൻ പോലെയാണ്. എന്നാൽ നമ്മുടെ കേരളം ഒരിക്കലും നിൽക്കാത്ത ഒരു സ്റ്റീം റൂം പോലെയാണ്. ഒരു സ്റ്റീം റൂമിലെ പോലെ ഈ ഉയർന്ന ഹ്യൂമിഡിറ്റി ഒരു അദൃശ്യമായ പുതപ്പ് പോലെ പ്രവർത്തിച്ച് നമ്മുടെ ശരീരത്തിലെ ചൂട് പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഫാൻ ഇട്ടാൽ പോലും നമുക്കൊരു ആശ്വാസവും കിട്ടാത്തത്. വായുവിലെ എപ്പോഴും ഈർപ്പം നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മുടെ വിയർപ്പ് അങ്ങോട്ട് ഉണങ്ങുന്നില്ല. ഈ വിയർപ്പുണങ്ങാത്ത അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിന് അനുഭവപ്പെടുന്ന ആ യഥാർത്ഥ ചൂടിനെയാണ് ഹീറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. തെർമോമീറ്ററിലെ താപനില കുറവാണെങ്കിലും നമുക്ക് ഭയങ്കര ചൂട് അനുഭവപ്പെടാൻ കാരണം ഇതാണ്. വിയർപ്പിലൂടെ ശരീരം തണുപ്പിക്കുക എന്ന നമ്മുടെ സ്വാഭാവിക കൂളിംഗ് സിസ്റ്റം ഇവിടെ പൂർണ്ണമായും പരാജയപ്പെടുകയാണ്. നമ്മുടെ സ്വാഭാവികമായി വിയർക്കുന്ന പ്രക്രിയ ഇവിടെ വർക്കാവാത്തതുകൊണ്ട് ചൂടിൽ നിന്ന് ആശ്വാസം കിട്ടാൻ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു തന്ത്രം തീർച്ചയായും ആവശ്യമാണ്. രണ്ടാമത്തെ വിഷയം അതാണ്, എന്താണ് പൾസ് പോയിന്റ് കൂളിംഗ്. നമ്മുടെ ശരീരത്തിൽ തന്നെ ഇതിനൊരു സൂപ്പർ ട്രിക്കുണ്ട് കേട്ടോ. ശരീരത്തില് പ്രധാന രക്തക്കുഴലുകൾ ചർമ്മത്തിന് വളരെ അടുത്തായി കടന്നുപോകുന്ന ചില ഭാഗങ്ങളുണ്ട്. കാറിലെ റേഡിയേറ്റർ എങ്ങനെയാണോ എഞ്ചിനെ തണുപ്പിക്കുന്നത്, അതുപോലെ നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയെ ഉപയോഗിച്ച് ശരീരത്തെ തണുപ്പിക്കാൻ ഈ പൾസ് പോയിന്റുകളെ ലക്ഷ്യം വെക്കുക എന്നതാണ് ഈ വിദ്യ. മൂന്നാമതായി, ഇതിന് പിന്നിലെ ശാസ്ത്രം എന്താണെന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നോക്കാം. ഈ പ്രക്രിയ എങ്ങനെയാണ് നമ്മുടെ ശരീരം മുഴുവൻ തണുപ്പിക്കാൻ സഹായിക്കുന്നത്? ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. പൾസ് പോയിന്റുകളിൽ രക്തം ചർമ്മത്തോട് വളരെ ചേർന്നൊഴുകുന്നു. അവിടെ നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിക്കുമ്പോൾ ആ തണുപ്പ് ചൂടുള്ള രക്തത്തിൽ നിന്ന് ചൂട് വലിച്ചെടുക്കും. എന്നിട്ട് നമ്മുടെ ഹൃദയം ഈ തണുത്ത രക്തത്തെ ശരീരം മുഴുവൻ പമ്പ് ചെയ്യുകയും ആ രക്തം ശരീരത്തിനുള്ളിലെ മറ്റു ഭാഗങ്ങളിലെ ചൂട് വലിച്ചെടുത്ത് ആന്തരിക താപനില കുറയ്ക്കുകയും ചെയ്യുന്നു. വളരെ ലളിതമാണല്ലേ? നാലാമത്തെ കാര്യം, ഈ കൂളിംഗ് വിദ്യ നമ്മുടെ നിത്യജീവിതത്തിൽ എവിടെ, എങ്ങനെ കൃത്യമായി ഉപയോഗിക്കാമെന്നതാണ്. ശരിയായ രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്കിതിന്റെ ഗുണം കിട്ടുകയുള്ളൂ. ഇതിലേറ്റവും എളുപ്പമുള്ള ഒന്നാണ് 30 സെക്കൻഡ് റൂൾ. ഭയങ്കര ചൂട് തോന്നുമ്പോൾ നേരെ നിങ്ങളുടെ വാഷ് ബേസിനിൽ പോയി കൈത്തണ്ടിൽ ഒരു 30 സെക്കൻഡ് നേരം പൈപ്പിലെ സാധാരണ തണുത്ത വെള്ളം ഒഴിക്കുക. വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടുന്നത് നിങ്ങൾക്ക് നേരിട്ടറിയാൻ പറ്റും. ഇത് കൂടാതെ കഴുത്ത്, കൈമുട്ടിന്റെ ഉൾഭാഗം, നെറ്റി അല്ലെങ്കിൽ കാൽമുട്ടിന് പിന്നിലൊക്കെ 1 മുതൽ 2 മിനിറ്റ് വരെ നനഞ്ഞ തുണിയോ നേരിയ തണുപ്പുള്ള വെള്ളക്കുപ്പിയോ വയ്ക്കാം. ഇതാണ് നമ്മുടെ ശരീരത്തിലെ പ്രധാന തെർമൽ ചെക്ക് പോയിന്റുകൾ. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിയ തണുപ്പേ ഇതിനു പാടുള്ളൂ, ഒരിക്കലും മരവിപ്പിക്കുന്ന തണുപ്പ് വേണ്ട. ഇനി അഞ്ചാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, ഈ കൂളിംഗ് വിദ്യ പ്രയോഗിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ട ചില നിയമങ്ങളും മുന്നറിയിപ്പുകളുമുണ്ട്. ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്നാമത്തെ കാര്യം, കടുത്ത ചൂടുള്ളപ്പോൾ ഓരോ 15 മിനിറ്റിലും 250 മില്ലിലിറ്റർ, അതായത് കുറഞ്ഞതൊരു ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം. ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശമുണ്ടെങ്കിൽ മാത്രമേ ഈ കൂളിംഗ് ട്രിക്ക് വർക്ക് ചെയ്യുള്ളൂ. ഇതാണ് ഇതിന്റെ ഇന്ധനം. വെള്ളം കുടിക്കാതെ, അതായത് നിങ്ങളുടെ ശരീരത്തിലെ നിർജ്ജലീകരണം അവഗണിച്ച് ഈ വിദ്യ മാത്രം ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുപോലെ ഐസ് നേരിട്ട് ചർമ്മത്തിൽ വയ്ക്കരുത്, കഴുത്തിലോ നെറ്റിയിലോ കടുത്ത തണുപ്പ് ഉപയോഗിക്കരുത്, ചർമ്മം മരവിക്കുന്നതുവരെ ആ തണുപ്പ് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനും പാടില്ല.
ഐസ് നേരിട്ട് വെക്കുന്നത് എന്തുകൊണ്ട് പാടില്ല എന്നറിയാമോ? ഐസ് നേരിട്ട് വെച്ചാൽ കടുത്ത തണുപ്പ് കാരണം രക്തക്കുഴലുകൾ പെട്ടെന്ന് ചുരുങ്ങും. ഇത് ശരീരത്തിലെ ചൂടിനെ പുറത്തുവിടുന്നതിനു പകരം ഉള്ളിൽ തന്നെ തടഞ്ഞു നിർത്തുകയും നിങ്ങൾക്ക് വിറയലുണ്ടാക്കുകയും ചെയ്യും. ഇതിനെ പാരഡോക്സിക്കൽ കോർ ഹീറ്റിംഗ് എന്നാണ് പറയുന്നത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളുടെ നേരെ ഓപ്പോസിറ്റാണ് അവിടെ സംഭവിക്കുക. അതുപോലെ കഴുത്തിലെ സെൻസിറ്റീവായ ഭാഗങ്ങളില് കടുത്ത തണുപ്പ് നൽകിയാൽ രക്തസമ്മർദ്ദം, അതായത് BP, പെട്ടെന്ന് കുറയാൻ കാരണമാകും. നെറ്റിയിൽ ഐസ് വെക്കുന്നതോ? അത് ബ്രെയിൻ ഫ്രീസ് എന്ന് വിളിക്കുന്ന കഠിനമായ തലവേദനയും തലകറക്കവും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത് രണ്ടും തീർച്ചയായും ഒഴിവാക്കുക. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. പൾസ് പോയിന്റ് കൂളിംഗ് എന്നത് ഈ വേനൽ ചൂടിൽ നിന്ന് ഒന്ന് ആശ്വസിക്കാനും ഒന്ന് ഫ്രഷ് ആകാനുമുള്ള ഒരു വഴി മാത്രമാണ്. അല്ലാതെ ജീവന് ഭീഷണിയായേക്കാവുന്ന കടുത്ത ഹീറ്റ് സ്ട്രോക്കുകൾ വന്നാലുള്ള ഒരു മെഡിക്കൽ ചികിത്സയല്ല. അത്തരം അത്യാഹിത ഘട്ടങ്ങളിൽ പൂർണ്ണമായ ഐസ് ബാത്ത് പോലെയുള്ള അടിയന്തര വൈദ്യസഹായം തന്നെയാണ് വേണ്ടത്. ഈ ലളിതമായ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കടുത്ത ചൂടിനെ വളരെ എളുപ്പത്തിൽ നേരിടാൻ കഴിയും.